ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ 11:30 ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പറയാല്ലേ. നമ്മൾ ചെമ്മീനാണ് കറി വെക്കണത്. അത് തല എടുത്തുകൊണ്ട് അച്ചാറ് രസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം നമ്മൾ ഇതിങ്ങനെ തിളക്കിൻ്റെ ഇതിൽ നമ്മൾ മുളക് പൊടി, ഇച്ചിരി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ആണ് ഇട്ടത്, പുളി. പിന്നെ നമ്മളിതാ ഇഞ്ചി, പച്ചമുളക്, ഒരു തക്കാളി, അത് ഇതിലടിച്ചതാണ്. അതാണ് ഈ കളർ. തേങ്ങയില, ഒരു മുറി തേങ്ങ നമ്മളിതിൽ ഒഴിക്കാട്ടോ. നമ്മളെ കറി ഒന്ന് ഉഷാറാവട്ടെ. നമുക്കിപ്പോൾ ചെമ്മീനൊക്കെ തന്നെയാണ് കിട്ടാറ്. നമ്മളെ കറി നല്ല കുഴമ്പ് രൂപമായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇച്ചിരി കൂടി നമുക്കിതിൽ വെള്ളം ഒഴിക്കാം അല്ലേ. ഞാൻ ആദ്യമായിട്ടോ ചെമ്മീൻ മസാലപ്പൊടി ഇടുന്നു. നമ്മൾ ഉണ്ണിയേട്ടൻ കച്ചറ ഉണ്ടാക്കി മുളകൊക്കെ വെച്ചിട്ട്, പിന്നെ മുളക് മുപ്പത്തി ഇഷ്ടമല്ല എന്നിട്ട് പറഞ്ഞാൽ ഞാൻ മല്ലിപ്പൊടി എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. മല്ലി ഇടാണ്ട് ഞാൻ ഒരു കറി ഇവിടെ ഒക്കെ നമ്മളെ മോനാണ് മല്ലി പറ്റിയത്. പക്ഷെ എന്നാലും ചിക്കൻ കറിയിലൊക്കെ മല്ലി ഇട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായി. അപ്പം തേങ്ങ അത് ചേർത്തുമ്പോൾ മല്ലീൻ്റെ ചുവയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ടാവും. അപ്പോൾ മോനത് പ്രശ്നമല്ല. നമ്മൾ ഇനി അതങ്ങനെ തിളക്കട്ടെ. എൻ്റെ കുട്ടികളൊക്കെ പോയില്ലേ, ഫുഡൊക്കെ കൊണ്ടുപോയോ, രാവിലത്തെ ചായയും കാനൊക്കെ കഴിച്ചിരുന്നോ, അല്ലെങ്കിൽ കഴിക്കാണ്ട് ഓടിപ്പോയോ. ക്യാൻറ്റീനിൽ കഴിക്കണം കേട്ടോ, കഴിക്കാത്തവരൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് ഒരു ഇച്ചിരി കൂടി പണിയുണ്ട്. 2 മീനുണ്ട്, കുഞ്ഞു മീൻ, അത് പൊരിക്കണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്താട്ടോ കേട്ടോ. എന്നിട്ട് കാണാം. നമ്മളൊന്ന് കടുകിട്ട് പൊട്ടിക്കും. കോഴിമുട്ട പൊരിച്ച ചീഞ്ചട്ടിയാണ്, അത് കെട്ടി കടുക് റിലീസ് ചെയ്യണം. ഇത് മീൻ പൊരിക്കാനാക്കി വെച്ചതാണ്. ഇത് നമുക്ക് ഓഫാക്കി തരാം. കടുക് അങ്ങനെ പൊട്ടിക്കോളും. ഇനി അത് കിടന്ന് നല്ല കടുക് കഴിക്കണം. നമ്മളെ കറിയിലേക്ക് പൊരിക്കാം. ചീഞ്ചട്ടി ഇങ്ങനെ കൊള്ളൊന്നുമില്ല. ചീഞ്ചട്ടിക്ക് ഭയങ്കര ഇഷ്ടം. ഇവരെ അതൊക്കെ തിരിച്ചു പോകാനുള്ളത് വിസിക്കെടുത്തതാണ്. അപ്പം നമ്മളെ കറി ഇതാ സൂപ്പർ കറിയാണ്, ചെമ്മീൻ കറി. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. ഇച്ചിരി മസാലയും തേങ്ങയും ഇഞ്ചിയും പച്ചമുളക് എല്ലാതും ചേർത്തിട്ട്, വാളംപുളിയൊക്കെ ചേർത്തിട്ട് ഒരു ചെമ്മീൻ കറി. ഇനി നമ്മളിതാ അയിലക്കുഞ്ഞിനെ ഹോട്ടലിൽ പൊരിക്കണ മാതിരി പൊരിക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഒഴുകിപ്പോയോടെ നോക്കി വെച്ചതാണ്. ഇനി വരടാ നടുവിൽ ഒരു വലിയാണ് 2 പീസാക്കിയിട്ട് അങ്ങനെ നമുക്ക് സിമ്മിലിട്ടിട്ട് തിരുവാതിനൊക്കെ ആയിട്ട് പോവാം. വെച്ചത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ സൈഡിൽ വന്ന് കളിച്ചാണ്. ഈ നോക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ട മീനൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പുതിയ നോക്കിയിട്ട് ഇങ്ങോട്ട് ഇറക്കി. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാണ്ട് നമ്മൾ ഉണ്ണിയാട്ടിലെ പണിയാവട്ടെ. എന്നിട്ട് നമ്മൾ വാങ്ങും. ഓരോ 500 വലിക്കും. ബേബി ഇതെന്ന് വെച്ചാൽ വലിയ ഉണ്ണിയാട്ടം അങ്ങോട്ട് പോകുന്നത് നന്നായി. അപ്പോൾ ഞാൻ പറയാം അടുത്തുണ്ടാവുമെന്ന്. നമ്മളെ കറി എല്ലാത്തിലും ഒഴിച്ച് വെച്ചു. കറിവേപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് മരക്കുമ്പോൾ പറിക്കുന്ന ഫ്രീജിൻ്റെ ഒക്കെ വാങ്ങിയിട്ടൊക്കെ വരുന്നു. ഞാൻ നാളെ വരും. അപ്പോഴേക്ക് തക്കാളിയും വരും. ഇനി നാളേക്ക് പച്ചക്കറിയിലേക്ക് ഇടാതെ തക്കാളി ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളെ ഈ ദോശക്കറിയിൽ പൊരിച്ചാലുള്ള ഗുണങ്ങളാണ് കണ്ടെല്ലാത്തിലും തിരക്കും. അപ്പോൾ നമ്മൾ പൊരിച്ച് കഴിഞ്ഞ് ഇതങ്ങനെ ഓരോരുത്തരായിട്ട് വരിക്ക് അവിടെ അസംബ്ലിക്ക് നിർത്തിയേക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് തേച്ച് മോറി ശരിയും ലക്സാനും ടോയ്ലറ്റ് കൊണ്ടുപോയി. ഒരു വലിയ മീനിന് പക്ഷെ വലിയ കാമ്പില്ലാത്ത മീൻ. അപ്പോൾ 2 പീസാക്കി വെച്ച് ഇങ്ങനെ മുരിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഹെഡ് ഉണ്ട്, നല്ല ഫ്രഷ് ഹെഡാണ്. അപ്പോൾ നമ്മൾ ഒഴിവാക്കിയില്ല. അപ്പം നമ്മൾ മീൻ പൊരിച്ച സെറ്റ്. ദോശക്കല്ല് ഇത് നമുക്ക് വെള്ളത്തിൽ കൊണ്ട്. ഹലോ ഗൈസ്, നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മളെ അടുക്കള ഫിനിഷ് വർക്കായി. അതാ എല്ലാതും കഴിഞ്ഞ
ഇനി നമ്മളിതാ ഇച്ചിരി ചെമ്മീൻ തോടുണ്ട് അതവിടെ വെച്ചിങ്ങനെ ഡെക്സ ബേബീനെ ടോയ്ലറ്റ് കൊണ്ടുപോകുമ്പോൾ ആ തൊടിയിലിടാനുള്ളതാണ്. അല്ല ഡെക്സ ബേബി മഴ വരുന്നുണ്ട്. അപ്പം നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലൊന്നുമില്ല. ഒന്നേം വെച്ചോ ഒന്നും വെച്ചില്ല. എൻ്റെ മോള് വന്നാൽ പറയണതാണ്, പാലക്കാട് നിന്ന് വന്നാൽ പറയണതാണ്. അമ്മേൻ്റെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ദലീന മോളതാ പോണ കൊട്ടയും വട്ടിയൊക്കെ ആയിട്ട്. ഇന്നലെ നിങ്ങൾ എവിടെ പോയതേനി? ഒരു ഇന്നലെ നവമിഥുനങ്ങളായി പോയി വന്നതാ. അങ്ങനെ അവൾ പറയണതാണ് അമ്മേൻ്റെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അമ്മേൻ്റെ അടുക്കളയിൽ വന്നാൽ ഒന്നും ഉണ്ടാക്കിയില്ലായിരിക്കും, പക്ഷെ എല്ലാതും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഒന്നും കാണൂലെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ആക്കിയിടുക. നമ്മളെ കുഞ്ഞടക്കളയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കും. ഈ ഇതിൽ വെച്ച് കട്ടിങ് ചെയ്തിട്ട് കച്ചറ ഉണ്ടാക്കിയിട്ട് കട്ടിങ് ഇതിൻ്റെ കട്ടി മേശയാണ് ഇത് ഇവിടെ. അപ്പോൾ മുറിച്ച് കറ പിടിച്ചതാണ്. അങ്ങനെ എൻ്റെ മോള് വാങ്ങി തന്ന കട്ടിങ് ഇതൊക്കെ. പക്ഷെങ്കിൽ എനിക്ക് അതിൽ മുറിക്കാൻ എനിക്ക് ഇതിലാണ് എളുപ്പം. നമ്മൾ അടുപ്പ് മൂടിയതാട്ടോ അത്. വേണ്ട അടുപ്പാണ് ഇതൊക്കെ. ആരുടെ തീ പിടിപ്പിക്കുന്നു? കറണ്ട് അടുപ്പിൽ ചോറ് ഇറക്കി വെക്കും. നമ്മൾ ചോറ് വെച്ച് വാർത്ത് വെച്ചതാട്ടോ. നമ്മളെ പൊരി ഇതാട്ടോ. കറി മേശപ്പുറത്തുകൊണ്ട് വെച്ചു. അപ്പം നമുക്ക് ഇന്ന് മീൻ പൊരിച്ചതും ചോറും കറിയും. ഓക്കെ, ഇനി ചോറ് കഴിക്കുമ്പോൾ കാണാം. ഡെക്സ ബേബി കുറേ നേരമായി വെയിറ്റ് ചെയ്തിരിക്കണം. എൻ്റെ മോന് ടോയ്ലറ്റ് പോവാൻ തുട്ടുകയുണ്ട്. അവന് ദുബായിക്ക് പോകുന്നൊരു സന്തോഷമാണ് ടോയ്ലറ്റ് പോവാറിഞ്ഞാൽ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പോവാമല്ലോ മഞ്ഞാളം കണ്ടിട്ട്. അതാണ് ഇന്ന് എന്താ നിങ്ങൾക്ക് ക്ഷീണോ? എന്താ ക്ഷീണോ പറയേ? ക്ഷീണമൊന്നുമില്ല. എന്താ നിങ്ങൾക്ക് കറി? ചെമ്മീൻ കറി. പിന്നെ അയില അയില മാത്രം. അയില പൊരിച്ചേ. നിങ്ങൾ വിരുന്ന് പോവാൻ വേണ്ടി എന്തിട്ടാ വാങ്ങിച്ചേ? കാരക്ക. അമ്മായി ഉണ്ണേട്ടൻ കാരക്ക ഉണ്ട് ഇതിന്. നല്ല മധുരം. ഇത് വിരുന്നുണ്ടാകുമ്പോൾ എടുത്തേ. അപ്പോൾ അമ്മായി ഏട്ടൻ്റെ മക്കൾക്ക്, ഏട്ടൻ്റെ മക്കളുണ്ട് ചെറിയ ഓടിയാറിന്. അപ്പോൾ ഒരിക്കും കൂടി ഉണ്ണേട്ടനെ കൊണ്ട് വാങ്ങിച്ചാൽ ഞങ്ങളിതാ വാങ്ങി വെച്ചിരിക്കണം. തിന്നാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നല്ല മധുരം ഉള്ളതിനെ കൊണ്ട് അമ്മായി വാങ്ങിച്ചു വെച്ചാലേ. എന്താണ് നല്ല മധുരം ഉള്ളതിനെ കൊണ്ട് മക്കൾക്കും കൂടെ വാങ്ങിച്ചു വെച്ചാൽ. ദുബായിക്കാരൊക്കെയാണ്. അപ്പോൾ നമ്മൾ സമയം എത്രയായി? സമയം എത്ര? ഒന്നായിക്ക് സമയം നോക്കട്ടെ. സമയം 12:52. ഇവനെ ടോയ്ലറ്റ് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം. ഡെക്സ ബേബിനെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചില്ല. അവനെ കഴുകിയൊക്കെ കയറ്റി അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. എൻ്റെ ജോലികളൊക്കെ ഉണ്ടാവും. പോവാനുള്ള സന്തോഷം, എല്ലാവർക്കും പോവാനുള്ള സന്തോഷം. ഞാനൊരാളുണ്ട്, ഇങ്ങക്കത്ത് പല ആൾക്കാരുണ്ട്. ഇതാ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തില്ല. എൻ്റെ മീമി കുഞ്ഞുങ്ങളെ അമ്മൻ്റെ കുഞ്ഞുമക്കളെടെ വന്നേ. അത് വന്ന് അപ്പം അമ്മ ഫുഡ് തരാ. എൻ്റെ ഒച്ച കെട്ടാലാണ് അവർ വന്ന് നിൽക്കുക. അമ്മൻ്റെ കുട്ടികൾക്ക് ഇതാ ഫുഡ് ഇട്ടാ കഴിച്ചോളിയാ. കുറേ ആൾക്കാരുണ്ട്, ഉള്ളിലൊക്കെ ഉണ്ട്. ഇവരാണ് വേഗം വരിക. അനുസരണമുള്ള കുട്ടികളാണ്. ഈ പൂക്കട്ടയിലാണ് നമ്മൾ ഈ കുട്ടികളെ ഫുഡ് എടുത്തേക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് മഴ പെയ്യണ കൊള്ളാണ്ടൊക്കെ ഇതും വയ്ക്കും. അപ്പം നമ്മളെ പൂക്കോട്ട, നമ്മളെ പൂങ്കാവനാണിത്. ഇനി നമ്മളെ ശിവാവനെ കൊണ്ടുപോയാലോ? ശിവാവ അവിടെ കിടാ, ഞാൻ അയച്ചിടട്ടെ. ആരുമില്ലല്ലോ, ഒരൊറ്റ കുതിരോട്ടാണ്. അപ്പോൾ ഓനൊന്ന് ഓടട്ടേനെ. എൻ്റെ കുട്ടി ജെറ്റ് വിട്ട മാതിരി വിട്ട് ഇല്ലേ? ഏട്ടൻ്റെ നടന്നൂടെ? ഇവിടെ നിന്നൊന്നും അവനെ പിടിക്കാൻ കഴിയില്ല. എന്താ അറിയാം, ഓനൊന്ന് ഓടണം.
ഒരു വലിയ നായ്ക്കുട്ടിയല്ലേ, അവൻ്റെ കാലൊക്കെ ഒന്നും ഓടണ്ടേ. ഇതിലേ പോണ മനുഷ്യന്മാരുണ്ട് എപ്പോഴും കെട്ടിയിടാൻ പറ്റും. അപ്പോൾ എൻ്റെ കുട്ടി ഓടിക്കഴിഞ്ഞല്ലോ, ഇനി അമ്മ പിടിക്കും. വേഗം എൻ്റെ കുട്ടി അവിടെ മണത്ത് ഇവിടെ മണത്ത് പുല്ലിൽ മണത്ത്. ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് പുറത്തേക്കൊന്ന് പോകണം. എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മോളെ സർപ്രൈസായിട്ട് അവൾക്ക് ഞാൻ ഒരു ഡ്രസ്സും കൊടുക്കും. ഒന്നല്ല 1000 ഡ്രസ്സ് അടിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പം അതൊക്കെ മതി. പപ്പാനോട് പപ്പ പറഞ്ഞു വേണ്ട, അവൾക്ക് എന്തിനാ ഡ്രസ്സ്, അവളവിടെയല്ലേ, അവൾക്കിപ്പം നമ്മളെ ഡ്രസ്സ് എന്നല്ല, ഇപ്പം അവൾക്ക് ഡ്രസ്സിൻ്റെ ആവശ്യമില്ല, വെറുതെ മേടിച്ചൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ സേവ് ചെയ്ത പൈസ ഉണ്ട്, അതിന് പോയിട്ട് മെറ്റീരിയൽ വാങ്ങിയിട്ട് ഞാൻ അവളെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ അടിച്ചത് ഇടണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ട്. പക്ഷെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ എത്തൂല. ആരെങ്കിലും പോകണ്ടെങ്കിൽ കൊടുക്കാം. ആര് പോവാനാണ്? നമ്മൾ സീവാവിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകും. സീവാവ മറക്കിയിരുന്നു, ഞാൻ പണ്ടുള്ളവരങ്ങനെ പറയാം, മറക്കിയിരുന്നു. നമ്മളെ തൊടി കണ്ട അങ്ങനെ വെള്ളത്തിലാണ് കേട്ടോ, വെള്ളം കൊണ്ട് അഭിഷേകം. നമ്മളെ തൊടിയല്ല കേട്ടോ, അത് കണ്ടോര തൊടിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. എൻ്റെ കുഞ്ഞും വൈമലൊക്കെ നനച്ചാ വരിക. ഓടിക്കൂട്ടി ഓടലുണ്ണി, നമുക്ക് അയ്യൊണ്ണി, അയ്യോ ഓടുണ്ണി. ഇതൊരു വലിയ കടമ്പയാണ്. ഇനി അവർക്ക് ചോറ് കൊടുക്കണം. എന്നിട്ട് എനിക്കും പോകണം, ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ വാങ്ങാൻ പോകണം. എന്തെങ്കിലും ഒന്ന് അല്ല 3-4 അടിക്കലുണ്ട്. ഞാൻ അതൊന്നും അടിക്കുന്നില്ല, നമ്മളിൽ ക്യാഷ് കുറവാണ്. അതാണ് നിങ്ങൾ വിചാരിക്കും മോളടുത്തുനിന്ന് വാങ്ങിച്ചൂടേന്ന്. മോളടുത്തുനിന്ന് വാങ്ങിച്ച് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ഹലോ, അപ്പൊ നമ്മള് അയില പൊരിച്ചതും ചെമ്മീൻ കറി ചോറ് വെക്കാൻ കേട്ടോ. എന്റെ കുട്ടികളൊക്കെ ചോറ് വെച്ചോളൂ. 1:45 അയിലപ്പോ സമയം. അപ്പൊ നമ്മള് ചോറൊക്കെ ഒന്ന് കുറച്ച് പീഡിയൽ അരിയും കൂടി ചേർത്തിക്കുക. നമ്മളെ റേഷൻ അരി തീർന്നു. അപ്പൊ നമ്മള് സൂപ്പറാട്ടോ. ചെമ്മീനും എന്നിട്ട് അഭിപ്രായം പറയടാ. വീഡിയോ എന്ത് ചെയ്യണം? സിനിമ എവിടെ? അമ്മയെ അവിടെ ചോറുണ്ട് പാവം. അമ്മയിന് ഞാൻ കുറെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് കഴിഞ്ഞിട്ട് മക്കൾക്ക് ചോറ് ഇട്ടിട്ട് ഞങ്ങൾ പോകും. ഡ്രസ്സിന് തുണി അടിക്കണം. അത്ര വലിയ ആർഭാടൊന്നും വെക്കുന്നില്ല, പൈസക്ക് രസം കമ്മിയാണ്. എല്ലാം പറയും ഞാനിപ്പോൾ എന്താ. അപ്പോൾ ഒരു ഉടുപ്പടിക്കും. നമ്മൾ എത്ര അടിച്ചാലും ഓരോരുത്തർക്കും കൊടുക്കുക. അച്ഛൻ പറഞ്ഞ ഡ്രസ്സൊന്നും അടിക്കണ്ട, ഒക്കെ ഡ്രസ്സൊന്നും വേണ്ടിയല്ലോ, വെറുതെ എന്തിനാ അടിക്കണത്? അത് പിന്നെ എല്ലാ പൈസ അങ്ങനെ തന്നെയാ പറയാം. എന്നാലും നമ്മൾ അടിക്കും. അപ്പോഴത്തെ പൈസ വെച്ചാൽ കൂടെ പറഞ്ഞതാണേ. നമ്മളെല്ലാവരും ഒക്കെ വെച്ചറിയാം. നമ്മൾ കുബേരനായി വളർന്നാലല്ല, നല്ല അധ്വാനിച്ചിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുബേരന്മാരായിട്ട് ജീവിച്ചതാ.
ഏജൻസിക്കാർ മുഖ്യമായൊന്ന് കട ചേച്ചാ എൻ്റെ മോൻ പറയും ദാരിദ്ര്യം പറയുന്നു. ഹലോ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നു. മെറ്റീരിയൽ വാങ്ങിയിട്ട് ഇതിൻ്റെ മോൾക്ക് അടിക്കാനാണ്. ഹലോ ഗൈസ്, എൻ്റെ അമ്മക്കുട്ടി ഇതായിരിക്കുന്ന അമ്മ ചേട്ടാ. ഇതിൻ്റെ ഹൈമോള്, ഇതിൻ്റെ സുധമോള് തല താന്നു പോയതാണ്. തല ഇനി പൊന്തൂല, വീഡിയോ നിർത്തണ വരെ. എൻ്റെ മോൻ്റെ ഒരു സ്വഭാവമാണ്, ഓളെ കാട്ടിന് ഇഷ്ടമല്ല. നമസ്കാരം, ചേട്ടാ. ഹായ് എൻ്റെ ചേച്ചി. അമ്മ ഇല്ല സാധാരണ എൻ്റെ വീഡിയോ